രാഹുലെ, ഉണ്ണി മുകുന്ദന്റെ മാർക്കോ വിജയകരമായി പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്ന വാർത്തയാണ് മാർക്കോ 100 കോടി ക്ലബിൽ കയറിയത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേരല്ല, ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, മമ്മൂട്ടിക്ക് സാധിക്കാത്തത് ഉണ്ണി മുകുന്ദന് സാധിച്ചു. മമ്മൂട്ടിയുടെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുവരെയ്ക്കും 100 കോടി ക്ലബിൽ കയറിയ ഒരു സിനിമ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാറിന് അവകാശപ്പെടാനില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു പരാജയമാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പ്രശ്നം തന്നെയാണ് എന്ന് പറയാം. കാരണം ബാക്കി എല്ലാ നടന്മാർക്കും അത്തരത്തിൽ സിനിമകളുണ്ട്. മോഹൻലാലിനുണ്ട്, ഫഹദ് ഫാസിലിനുണ്ട്, പൃഥ്വിരാജിനുണ്ട്. പക്ഷെ മമ്മൂക്കയ്ക്ക് മാത്രം അത് സാധിച്ചിട്ടില്ല. സങ്കടമുള്ള കാര്യമാണെങ്കിലും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഉണ്ണി മുകുന്ദൻ അത് സാധിച്ചിരിക്കുന്നു. സോ ഇനി മുതൽ വരാൻ പോകുന്നൊരു ഉണ്ണി മുകുന്ദന്റെ കാലമാണ്. മമ്മൂക്കയൊക്കെ പോയി, ഇനി ഉണ്ണി മുകുന്ദനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരു വിരോധാഭാസമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ അത് മമ്മൂട്ടിയെ പോലെ ഉപമിക്കാൻ ഉണ്ണി മുകുന്ദനെ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ കൊണ്ട് മാത്രം കഴിയുകയൊന്നുമില്ല. കാരണം ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച് 100 കോടി ക്ലബിൽ കയറിയ ഒറ്റ സിനിമയാണുള്ളത്. അത് മാർക്കോയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ മമ്മൂട്ടി അങ്ങനല്ല. മമ്മൂട്ടി എത്ര കാലമായി സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നൊരു നിരയിൽ എന്റെ ഏറ്റവും ചെറിയ പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് മമ്മൂട്ടി, അല്ലെ? ശില്പയുടെ ചെറിയ പ്രായം തൊട്ട് കേൾക്കുന്ന പേരുകളല്ല മമ്മൂട്ടി, മോഹൻലാൽ. ആളുകൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? മമ്മൂക്ക. ആ ഒരു ഇതിലേക്ക് ഉണ്ണി മുകുന്ദനെ വലിച്ചഴക്കുക എന്നത് വളരെ മോശം കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഉണ്ണി മുകുന്ദനെ ഒരു 100 കോടി ക്ലബിൽ കയറി, നല്ല കാര്യമാണ്. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി. നമുക്ക് ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന്റെ ആ മേക്കിങ്ങും രീതിയും. ഉണ്ണി മുകുന്ദന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു വ്യത്യസ്തമായിട്ട് ആറ്റിറ്റ്യൂഡാണ്. അത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടായതുകൊണ്ടാണ് 100 കോടി ക്ലബിൽ സിനിമ കയറിയത്. പക്ഷേ മമ്മൂട്ടി എത്രയോ സിനിമകൾ അതിലും മനോഹരമായി അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെയാണ്. മമ്മൂട്ടിയുടെ എത്ര ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്, എത്ര ചിത്രങ്ങൾ കണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും 100 കോടി ക്ലബിൽ എത്തിപ്പെടുക എന്ന് പറയുന്നതല്ല ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് 100 കോടി ക്ലബിൽ ഒരു സിനിമ ഇല്ലെന്ന് പറയുമ്പോൾ കുറച്ച് സങ്കടം തോന്നുമെങ്കിലും അതല്ല നമ്മളൊരു നടനെ അളക്കേണ്ട രീതി എന്നുള്ളതാണ്. കാരണം രാഹുൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടിയെയും ഉണ്ണി മുകുന്ദനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഉണ്ണി മുകുന്ദൻ നല്ലൊരു നടനാണ്. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജീവന്റെ എല്ലാമാണ് മമ്മൂട്ടി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടന മികവ് കൊണ്ട് നമ്മൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ വരെ അതിൽ എന്താ പറയാ, അതിലൊരു കോമ്പറ്റീഷൻ വെക്കാൻ സാധിക്കില്ല. ഇന്നും ആ സ്റ്റാർഡം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. മോഹൻലാൽ ആണെങ്കിൽ മമ്മൂട്ടി ആണെങ്കിൽ അവരുടെ വയസ്സ് എത്രയായി, നമ്മൾ അതാണ് ആലോചിക്കുന്നത്. എന്നിട്ടും ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇന്നിപ്പോ എത്രയോ യങ്സ്റ്റേഴ്സ് വന്നു ഇല്ലേ, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഒരുപാട് പൃഥ്വിരാജ് ഉണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്, ടൊവിനോ തോമസ്, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും മമ്മൂട്ടിയുടെ അത്രയും പോലും കിടപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെല്ലാരും മമ്മൂട്ടിയെ കണ്ട് വളർന്നവരാണ്. എന്നിട്ടാണ് ഇപ്പോൾ അവർ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മമ്മൂട്ടി എങ്ങനെയാണോ അതുപോലെയാണ് മമ്മൂട്ടി ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പേരിൽ ഒരു 100 കോടി ക്ലബിന്റെ പേരിൽ അതിനെ അളക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരാധകരുടെ സങ്കടങ്ങളായിരിക്കാം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതല്ലെങ്കിൽ ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് തമ്മിൽ ഒരു അടിയുണ്ടല്ലോ, ഇപ്പോഴും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഇതെല്ലാം പറയുന്നത് ആരാണ്? ഒന്നെങ്കിലും മോഹൻലാലിന്റെ ആരാധകരായിരിക്കും, അടുത്ത ആരാധകരായിരിക്കും മമ്മൂട്ടിയുടെ ഫാൻസിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കമന്റുകളുണ്ട്. നമ്മൾ കണ്ടത് FFC ഒക്കെ തുടങ്ങിയ കാലത്ത് ഇതിലും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും കമന്റുകളും എല്ലാം നമ്മൾ കണ്ടത്. ഇപ്പോഴും അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എല്ലാ കാലത്തും അതുണ്ട്. പല സിനിമകളിൽ നമ്മള് പാട്ടുകൾ, ലാലേട്ടൻ സിന്ദാബാദ് കൊണ്ട് പാട്ടൊക്കെ ഇടും. അവിടെ പാട്ടുകളിലേക്ക് വരെ ഈ ഫാൻ ഫൈറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവര് തമ്മിൽ അതാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് മമ്മൂട്ടിയുടെ സിനിമകൾ, ഉണ്ണി മുകുന്ദൻ ചെയ്ത സിനിമകളിൽ 1 2 മാത്രമാണ് പാളിപ്പോയിട്ടുള്ളത്. ബാക്കി എല്ലാം ജനശ്രദ്ധ നേടിയ സിനിമകൾ തന്നെയാണ് ഉണ്ണി മുകുന്ദന്റെ. പക്ഷെ മമ്മൂട്ടിയെ എടുക്കുമ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വെർസറ്റൈലായിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇത്രയും പുതിയ റോളുകൾ ചെയ്യാൻ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് മുന്നിൽ എപ്പോഴും എത്തിച്ചിട്ടുള്ള ഒരു നടനാണ്. നമ്മൾ അവസാനം കണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഭ്രമയുഗം. അതിൽ തന്നെ മമ്മൂട്ടിയുടെ ആ ആക്ടിങ് സ്റ്റൈലുണ്ട്. അത് നമുക്ക് ഇനി എത്ര കാലം കഴിഞ്ഞാലും മമ്മൂട്ടിയെ നമ്മൾ ഓർത്തിരിക്കാൻ അതിലും മികച്ച സിനിമകൾ മമ്മൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം മമ്മൂട്ടിയുടെ ഇപ്പൊ അടുത്തുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള ഭ്രമയുഗം, കണ്ണൂർ സ്ക്വാഡ്, അല്ലെങ്കിൽ കാതൽ,
ഓരോ സിനിമകൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോന്ന് ഓരോ കാറ്റഗറിയാണ്, ഒന്നും ഒരുപോലെയല്ല. പണ്ട് വന്നിരുന്ന സിനിമകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മുഷിപ്പിച്ചിരിക്കുന്ന സമയം റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും, സെയിം കഥകളായിരിക്കാം. നൻപകൽ നേരത്തെ മയക്കം, അങ്ങനെ ഒരുപാട് ഇപ്പൊ വരുന്ന സിനിമകളിൽ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ രീതിയിൽ ഓരോ തലത്തിൽ നിൽക്കുന്നതാണ്. കാതലിലെ മമ്മൂട്ടിയെല്ലാം നമുക്ക് നൻപകൽ നേരത്തെ മയക്കത്തിൽ കാണാൻ സാധിക്കുന്നത്. കണ്ണൂർ സ്കോഡിൽ കണ്ട മമ്മൂട്ടിയും ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയും തമ്മിൽ 2 യുഗങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷെ അതിനെല്ലാം മമ്മൂട്ടിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ എത്തുന്നു, അല്ലെങ്കിൽ ആളുകളിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണിമുകുന്ദനെ ചെറുതായി കാണിക്കുകയല്ല, പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിനൊപ്പം ഉണ്ണിമുകുന്ദനെ എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിനുമായി കമ്പയർ ചെയ്യുന്നൊരു എന്താ പറയുക ഒരു മണ്ടത്തരമായിട്ടാണ് ഞാൻ അതിനെ. മമ്മൂട്ടിയുടെ ഹേറ്റേഴ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഹേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഞാനൊക്കെ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയാണ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ഫൈറ്റ്. അതുപോലെ തന്നെയാണ് സൂര്യയും വിജയും തമ്മിൽ എല്ലാ കാലത്തും ഒരു ഫൈറ്റ് ഇവരുടെ ഫാൻസ് തമ്മിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിൽ കൂടുതൽ നടക്കുന്ന ഒന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും. നമ്മുടെ ചെറിയ പ്രായം തൊട്ട് കാണുന്നതാണ് ഇതേ ഫൈറ്റ്. നമ്മള് ചെറുപ്പം കഴിഞ്ഞ് നമ്മളൊരു 10-30 വയസ്സ് എത്തുമ്പോഴത്തേക്കും ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയാലിറ്റിയാണത്. നമ്മള് പല ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോ ടൊവിനോടാവട്ടെ, അല്ലെങ്കിൽ ദുൽഖർ സൽമാനോടാവട്ടെ, അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിനോടാവട്ടെ, എല്ലാ ഇന്റർവ്യൂവിലും ഈ ആങ്കേഴ്സ് ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം. മറ്റൊരു നടന്മാരെയും കുറിച്ച് അങ്ങനെ ചോദിക്കാറില്ല. ഈ മമ്മൂട്ടിയാണോ മോഹൻലാൽ. നമ്മളിപ്പോ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ എന്റെ അമ്മ ഒരു വലിയ മോഹൻലാൽ ഫാനാ, എന്നാൽ അച്ഛൻ അത്രത്തോളം മോഹൻലാൽ, അച്ഛനെ കുറിച്ച് മമ്മൂട്ടി ഫാനാ. അപ്പൊ അത് അവര് തമ്മിലുള്ള ഒരു രസകരമായ ഒരു സംഭവം നമുക്കത് പല സ്ഥലത്തും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. തന്റെ നടനെ ഏറ്റവും മികച്ചതാക്കി കാണിക്കാൻ വേണ്ടി മറ്റൊരു നടനെ ഇകഴ്ത്തി കാണിക്കുക, അതിനകത്ത് എന്താണ് മമ്മൂട്ടി കാണിച്ചത്? ഇതേ ആളുകൾ, ഇപ്പൊ ഞാനൊരു വിജയ് ഫാൻ ആയിരുന്നു, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക സൂര്യയുടെ സിനിമകളാണ്. എനിക്ക് വിജയ് എന്ന് പറയുന്ന മനുഷ്യനോടാണ് സ്നേഹം ഉണ്ടായിരുന്നത്, സൂര്യയെ ഇഷ്ടമല്ല എന്നുള്ളതല്ല. പക്ഷെ സൂര്യയുടെ സിനിമകളാണ് ഞാൻ കാണാൻ കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത്. അത് എനിക്ക് സൂര്യയോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഞാൻ വിജയുടെ ഫാൻ ആവുന്നത്, പക്ഷെ അത് കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്. ഇന്ന് നമുക്ക് ആ ഒരു ഫാൻ ഫൈറ്റിലൊന്നും നമ്മൾ എത്തിപ്പെടുന്നില്ലെങ്കിലും ഒരുപാട് പേർക്ക് ഉള്ളിൽ ഇന്ന് അതുണ്ട്, അതിനെ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മമ്മൂട്ടിയെയും ഉണ്ണിമുകുന്ദനെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാലത്ത് മലയാള സിനിമ എത്തിപ്പെടാതിരുന്ന 100 കോടി ക്ലബിൽ, വേൾഡ് വൈഡ് 100 കോടി ക്ലബ്ബ്, ഒരിക്കലും മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇടമായിരുന്നത്, അവിടേക്ക് മലയാള സിനിമകൾ എത്തിപ്പെടുന്നു. ഒന്ന് ആലോചിച്ചു, പുലിമുരുകനിൽ തുടങ്ങിയതാണ്. പുലിമുരുകനാണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് 100 കോടി ക്ലബ്ബ് കണ്ട സിനിമ എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ മാർക്കോയിൽ വന്നു നിൽക്കുന്നു. 2024 എന്ന വർഷത്തിൽ 4ഓളം സിനിമകളാണ് 100 കോടി ക്ലബിലേക്ക് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്. അതിനെയാണ് നമ്മൾ അവിടെ കാണേണ്ടത്. ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 100 കോടി ക്ലബിലേക്ക് മലയാള സിനിമ എത്താൻ വേണ്ടിയിട്ട് ഇത്രയും കാലമെടുത്തു. അതിനുവേണ്ടി അടിത്തറ പാകിയത് ആരാണ്? ഇവരെ പോലുള്ള നടന്മാരാണ്. ഇവരെ പോലുള്ള നടന്മാർ ഇത്രത്തോളം നല്ല സിനിമകൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് മലയാള സിനിമ എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ 100 കോടി ക്ലബ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവണമെങ്കിൽ അതിനു മുമ്പ് മലയാള സിനിമ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്? പഴയ ആളുകളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ മലയാള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഏപ്പടം കാണുന്നത് പോലെ അങ്ങനെയായിരുന്നു തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ടിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ പല ഇന്റർവ്യൂവിലും കേട്ടതാണ്. ഇപ്പൊ മമ്മൂട്ടിയെ പുകഴ്ത്തി കാണിക്കുന്ന ഒരു ഇതായിരിക്കാം, റീൽസ് ആയിരിക്കാം, പക്ഷെ അതിൽ പറയുന്ന കാര്യം കൃത്യമാണ്. മമ്മൂട്ടിയുടെ ന്യൂഡൽഹി പോലുള്ള ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരുമ്പോഴാണ് മലയാള സിനിമയിൽ ഇങ്ങനെയും സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അത്രത്തോളം നല്ല സിനിമകൾ മലയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ ഒരു അടിത്തറയിലാണ് ഇന്ന് കാണുന്ന 100 കോടി ക്ലബ് ആണെങ്കിലും 150 കോടി ക്ലബ് ആണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അതെ, അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു ലാലേട്ടനും മമ്മൂക്കൊന്നും ഇപ്പോഴും പണി നിർത്തിയിട്ടില്ല. അവരിപ്പോഴും പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവര് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനിയും നല്ല സിനിമകൾ വരട്ടെ. ഉണ്ണിമുകുന്ദനായാലും ടൊവിനോ ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും എല്ലാവരും നല്ല സിനിമകൾ ചെയ്യട്ടെ എന്നുള്ളതാണ്.